ഞാനൊരു യു പി സ്കൂൾ അധ്യാപികയാണ്. യു പി സ്കൂൾ അധ്യാപികയ്ക്ക് സർക്കാരിൻ്റെ നിയമപ്രകാരം കേറ്ററ്റ് എക്സാം പാസ്സാകണമായിരുന്നു. ഞാൻ 2012 മുതൽ സർവീസിൽ കയറുന്നതിന് മുമ്പ് തന്നെ കേറ്ററ്റ് എക്സാം എല്ലാ കൊല്ലം എഴുതിക്കൊണ്ടിരുന്നു. പക്ഷേ 2015 എനിക്ക് പെർമനൻ്റായിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടി. അപ്പോൾ എങ്കിലും ഞാൻ എല്ലാ കൊല്ലം എഴുതിയാലും ഒരു 80 ജനറൽ കാറ്റഗറി ആയതുകൊണ്ട് 90 മാർക്ക് വേണമായിരുന്നു. എപ്പോഴും 82, 84 മാർക്ക് വരും. അപ്പോൾ ഒന്നും പാസ്സാകത്തില്ല. 6 മാർക്കിനും 4 മാർക്കിനും എപ്പോഴും ഞാൻ തോറ്റുപോകും. അങ്ങനെ ഞാൻ 2019 മെയ് 29-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ശേഷം ജൂണിൽ ഞാൻ കേറ്ററ്റ് എക്സാം എഴുതി. എങ്കിലും പാസ്സായില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ എൻ്റെ ആങ്ങളമാരൊക്കെ പറയും, നീ ഇങ്ങനെ ഉടമ്പടി എടുത്ത് നടന്നുകൊണ്ടൊന്നും കാര്യമില്ല, കുത്തിയിരുന്ന് പഠിക്കണമെന്ന്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, നീ ഇരുന്ന് ലീവ് എടുത്ത് പഠിക്കുക. എങ്കിലും എനിക്ക് നാണക്കേടായിരുന്നു. കാരണം വെച്ചാൽ ലീവ് എടുത്ത് പഠിച്ചിട്ട് വീണ്ടും പാസ്സായില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ഞാനെങ്കിലും ലീവ് എടുത്തില്ല. എൻ്റെ കൂടെ സർവീസിൽ കയറിയ 4 അധ്യാപകരും പാസ്സായി. 2019 മുമ്പായിട്ട് കേറ്ററ്റ് എക്സാം പാസ്സായില്ലെങ്കിൽ ഇൻക്രിമെൻ്റ് എല്ലാം തടയുമെന്ന് പറഞ്ഞു സർക്കാർ. അപ്പോൾ ഞാൻ വിചാരിച്ചു, എൻ്റെ അമ്മ എൻ്റെ ഇവിടെ ഉടമ്പടി എടുത്ത് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയായിരിക്കും എനിക്കിങ്ങനെ ഒരു പരീക്ഷണം നൽകുന്നത് ഞാൻ വിചാരിച്ചു. നവംബർ 16 ഞാൻ എക്സാം വീണ്ടും എഴുതി. റിസൾട്ട് ജനുവരിയിൽ വന്നു. ജനുവരി വന്നപ്പം ഞാൻ പേടിച്ചിട്ട് റിസൾട്ട് നോക്കുന്നില്ല, എൻ്റെ മക്കളാണ് നോക്കുന്നത്. അമ്മേ പാസ്സായി 90 മാർക്കുണ്ടെന്ന് കേട്ടു. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം. ഞാൻ മാതാവിനോട് കരഞ്ഞ് അത്രയും ഞാൻ വിഷമിച്ചിരുന്നു. കാരണം വെച്ചാൽ ഇനി എനിക്ക് ഇത്രയും തവണ എഴുതിയിട്ട് തോറ്റു പോകുന്ന പറഞ്ഞാൽ നാണക്കേടാണ്. കാരണം വെച്ചാൽ എനിക്ക് പഠിക്കാനും സമയമില്ല. എങ്കിൽ ലീവ് എടുത്ത് പഠിക്കുമ്പോൾ തോറ്റു പോയി കഴിഞ്ഞാൽ അങ്ങനെ വിഷമം അതോർത്ത്. അപ്പോൾ എനിക്ക് 90 മാർക്ക് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഒരിതായിപ്പോൾ മാതാവിൻ്റെ കരുണ ഇതുകൊണ്ട് മാത്രമാണ് എനിക്ക് ആ 90 മാർക്ക് കറക്റ്റ് 90. എനിക്ക് 89 കിട്ടിയില്ല, 91 കിട്ടിയില്ല, കറക്റ്റ് 90 തന്ന് മാതാവിനെ രക്ഷിച്ചു. പ്രത്യേകം നന്ദി മാതാവിന് ഞാൻ പറയുന്നു.